ഞാൻ നിങ്ങളുടെ ഓഡിറ്റിംഗ് ഫാക്കൽറ്റി നിത്യൻ സേതുമാധവൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ May 24 അറ്റംപ്റ്റിലോട്ടുള്ള CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നുള്ള പേപ്പറിലത്തെ ചേഞ്ചസ് ആണ്. ദാറ്റ് ഇസ് ഫ്രം ദി പ്രീവിയസ് പേപ്പർ. തൊട്ട് മുന്നത്തെ സിലബസിൽ നമുക്ക് പേപ്പർ നമ്പർ 6 ആയിട്ടുള്ള ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് മാറി ഇപ്പോൾ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ആയപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതായത് സിലബസിൽ എന്ത് മാറ്റം വന്നു, പഴയ മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ മതിയോ, പുതിയൊരു ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ, അതേപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പുതിയതായിട്ട് വന്നു, വിച്ച് കണ്ടന്റ് കീം ന്യൂ, ഏതൊക്കെ പോയിട്ടുണ്ട്, ആൻഡ് എങ്ങനെയായിരിക്കണം സ്റ്റഡി അപ്രോച്ച്, ഇപ്പോഴത്തെ ചാപ്റ്റേഴ്സിൻ്റെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഒരുപാട് ഡിസ്കഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യെസ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം ഈ വീഡിയോയിൽ. സോ യെസ്, ആദ്യമായിട്ട് പറയട്ടെ, നമുക്ക് ആസ് ഓൾവേസ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2 മോഡ്യൂൾസ് ആണുള്ളത്. മോഡ്യൂൾ 1, മോഡ്യൂൾ 2. ഇത് ICM മെറ്റീരിയലത്തെ സിലബസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബോർഡർ സ്റ്റഡീസ് നോളജ് പോർട്ടൽ തന്നെ എടുത്തിരിക്കുകയാണ്. സോ നമുക്ക് മോഡ്യൂൾ 1, മോഡ്യൂൾ 2 അങ്ങനെ 2 മോഡ്യൂൾസിലായിട്ട് 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മുന്നേ നമുക്ക് 13 ചാപ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ സിലബസിൽ. അപ്പോൾ കഴിഞ്ഞ സിലബസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികളുണ്ട്, ഈ പറയുന്ന മാറ്റങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് 2 മോഡ്യൂൾസ് ഉണ്ട്, 11 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഞാൻ പറയാം. പുതിയതായിട്ട് വന്നിട്ടുള്ള അഡീഷൻസ് ഞാനിവിടെ റെഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പുതിയതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഞാനിവിടെ റെഡിങ്ങിൽ കാണിച്ചിരിക്കുന്നത്. SA 260, 265 അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം പഴയ സംഭവം തന്നെയാണ്. ബേസിക്കലി ഇത് ഈ നമ്മളെ മലയാളത്തിൽ പറയുമല്ലോ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ തന്നു. അപ്പോൾ ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ സത്യം പറഞ്ഞാൽ ഒരു 90% കണ്ടന്റ് സെയിം തന്നെയാണ്. ഓക്കെ, ഓഡിറ്റിങ്ങിലത്തെ 90% കണ്ടന്റും സെയിം തന്നെയാണ്. ഇൻക്ലൂഷൻസിനേക്കാളും കൂടുതൽ എക്സ്ക്ലൂഷൻസ് ആണെന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. ഓക്കെ, പുതുതായിട്ട് എക്സ്ട്രാ അഡീഷൻസ് വന്നതിനേക്കാളും കൂടുതൽ എക്സ്ക്ലൂഡ് ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്സ്, ഇല്ലാണ്ടായി ഡിലീഷൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതായത് പഴയ സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമുക്കൊരു ചാപ്റ്റർ 5 ഉണ്ടായിരുന്നു, ഈ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ. എറർ, ഫ്രോഡിലൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ പറ്റിയിട്ട്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സിനെ പറ്റിയിട്ട്, ഫ്രോഡൽസ് ഫാക്ടേഴ്സിനെ പറ്റിയിട്ട്, അങ്ങനെ കുറേ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഫ്രോഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പണ്ട് നമുക്കുണ്ടായിരുന്നു. എന്തോ കുട്ടികൾ ആ ചാപ്റ്റർ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കുന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ആ ചാപ്റ്റർ ഇനി എങ്ങനെ ഫ്രോഡ് ചെയ്യും എന്ന് നീ പഠിക്കണ്ട, ഇനി ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന രീതിയിൽ ഫ്രോഡിൻ്റെ ചാപ്റ്റർ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പോയി. അതേപോലെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമുക്ക് ഇതുവരെയും കഴിഞ്ഞ സിലബസ് വരെയും, ഓക്കെ, ഓൾഡ് സിലബസ് വരെയും കമ്പനി ഓഡിറ്റ് എന്നൊരു ചാപ്റ്റർ, ഓക്കെ, കമ്പനി ഓഡിറ്റിംഗ്, അതായത് കമ്പനീസ് ആക്ട് സെക്ഷൻ 139 സ്റ്റാർട്ടിംഗ് വിത്ത് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, 139 മുതൽ 148 വരെയുള്ള സെക്ഷൻസ്, ഒരു 10 സെക്ഷൻസ് ഓഡിറ്റിങ്ങിലുണ്ടായിരുന്നു. അതേ സാധനം തന്നെ CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ലോയിലും ഉണ്ടായിരുന്നു. സെയിം ഡിറ്റോ സെക്ഷൻസ്. ഇൻഫാക്ട് ദ ചാപ്റ്റർ നമ്പർ വാസ് ഓൾസോ സെയിം. ഓഡിറ്റിങ്ങിലും ചാപ്റ്റർ 10 ആയിരുന്നു, ലോയിലും ചാപ്റ്റർ 10 ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇനി നമുക്കില്ല. കമ്പനി ഓഡിറ്റ് ഇല്ല, ഓഡിറ്റിങ്ങിൽ കമ്പനി ഓഡിറ്റ് ഇല്ല. ഓഡിറ്റിങ്ങിൽ കമ്പനി ഓഡിറ്റ് ഇല്ല എന്ന് പറയുമ്പോഴും കമ്പനി സ്ഥലത്ത് ഒരു സെക്ഷൻസും പഠിക്കാനില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. 143 എന്നുള്ള ഒരൊറ്റ സെക്ഷൻ, 143 കമ്പനീസ് ആക്ട് 143 വാസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്റർമാരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 143. പഴയ സിലബസ് പഠിച്ചിട്ട് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. ഈ 143 അകത്തുള്ള സ്പെസിഫിക്കലി ഈ 4 ഏരിയാസ്, 143 സബ്സെക്ഷൻ 1, 143 സബ്സെക്ഷൻ 3, 11, 12, ഈ 4 കാര്യങ്ങൾ ഇപ്പോഴും ന്യൂ സിലബസിൽ വന്നിട്ടുണ്ട്. ഇതൊഴികെ ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം തന്നെയും എവിടേക്ക് മാറിയിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ലോയിലോട്ട് തന്നെയാണ് പോയേക്കുന്നത്. ഓഡിറ്റിങ്ങിൽ കമ്പനി ഓഡിറ്റിനുള്ള ചാപ്റ്റർ ഇല്ല. ഈ സെക്ഷൻസിനെ പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ചാപ്റ്ററിലോട്ട് അവർ മർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ഞാൻ ചേഞ്ചസ് പറയുന്നതിന് മുമ്പായിട്ട് ഇതാണ് ഓവർവ്യൂ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2 ചാപ്റ്റേഴ്സ്, കമ്പനി ഓഡിറ്റിനുള്ള ചാപ്റ്റർ പോയി, മറ്റേ ഫ്രോഡിൻ്റെ ചാപ്റ്റർ പോയി, ബാക്കി ഏതാണ്ട് കണ്ടന്റുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഓർഡർ ചുമ്മാ അങ്ങ് കുറേ മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്ത് സിഗ്സാഗ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഏറെക്കുറെ കഴിഞ്ഞ സാധനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ റെഡിങ്ങിൽ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഓക്കെ, റെഡിങ്ങിൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് പുതുമയായിട്ട് വന്നിട്ടുള്ള പുതിയ സംഭവങ്ങളാണ്. അതായത് നമുക്ക് SA
നോക്കുവാണെങ്കിൽ SA 260 കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് TCWG, SA 265 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ വിത്ത് TCWG, SA 450 ഇവാലുവേഷൻ ഓഫ് മിസ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈഡ്, അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്സിൻ്റെ ഒക്കെ കാര്യം പറയുന്നത്. അങ്ങനെ 3 essays പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ essays പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 5 ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഓക്കെ, പഴയ ചാപ്റ്റർ 5 നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട SA 240 സ്റ്റഡി മെറ്റീരിയൽ എവിടെയും ഒരു സ്റ്റാൻഡേർഡായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. അതേപോലെ SA 250 കൺസിഡറേഷൻ ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നില്ല. പിന്നെ SA 540, SA 720 പോലത്തെ essays പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു 10-28 essays ഉണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആ ഒരു 28 essays തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഈ essays ഏതൊക്കെ ചാപ്റ്ററിലാണെന്നുള്ള ചാപ്റ്ററിൻ്റെ ഓർഡർ ഒരുപാട് അങ്ങ് മാറിയിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ ഓർഡർ മാറി എന്നല്ലാണ്ട് ഏറെക്കുറെ സെയിം ആണ്. 3 essays പുതുതായിട്ട് വന്നിട്ടുണ്ട്. SA 260, 265, 450 3 essays വന്നിട്ടുണ്ട്. പിന്നെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, നമ്മുടെ ഈ സ്പെഷ്യൽ ഓഡിറ്റ്സ്, മറ്റേ ഗവൺമെൻറ് ഓഡിറ്റിങ്, പിന്നെ ഈ ക്ലബ്ബ്, ഹോട്ടൽ, തിയേറ്റർ, ഹോസ്പിറ്റൽ, സ്കൂള്, അങ്ങനത്തെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ ഒരു ചാപ്റ്ററില്ലേ, ആ ചാപ്റ്ററിൽ ചാരിറ്റബിൾ സൊസൈറ്റീസ്, ട്രസ്റ്റ്, അങ്ങനെ 2 ചെറിയ ആൾക്കാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവം. പിന്നെ ഒരുപാട് പേർക്കുണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ പഴയ ഓഡിറ്റിങ്ങിൻ്റെ പേര് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് ആണ്, പുതിയ ഓഡിറ്റിങ്ങിൻ്റെ പേര് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നാണ്. അപ്പോൾ ഇതെന്താണ് ഈ എത്തിക്സ്? നമ്മുടെ CA ഫൈനലത്തെ പ്രൊഫഷണൽ എത്തിക്സ് ആണോ ഈ കയറി വരുന്നത്? കാരണം CA ഫൈനലിൽ CA ആക്ട്, ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ടിൽ പറയുന്ന പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുകളുടെയൊക്കെ ഒരു കുറേ കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു CA ഫൈനലിന്. അപ്പോൾ ആ CA ഫൈനലിലത്തെ പറയുന്ന സംഭവങ്ങളാണോ ഈ ഇൻ്റർമീഡിയറ്റിലോട്ട് കൊണ്ടുവരുന്നത്? ഇനി പ്രൊഫഷണൽ എത്തിക്സ് പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, അതൊന്നുമേ വന്നിട്ടില്ല. എന്താ സംഭവം ഞാൻ പറയാം. ഓക്കെ ലിസൺ. അപ്പോൾ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഫസ്റ്റ് മോഡ്യൂളിൽ 5 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് മോഡ്യൂളിൽ 6 ചാപ്റ്റർ, അങ്ങനെ മൊത്തം 11 ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ തിയറിയാണ്. വാട്ട് ഈസ് ഓഡിറ്റിങ്, അഡ്വാൻറ്റേജസ്, സ്കോപ്പ്, റെസ്ട്രിക്ഷൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഈ ആസ്പെക്ട്സ് ടു ബി കവർഡ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തിയറി, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് വ്യത്യാസം എന്തൊക്കെയാണ്, അങ്ങനെ ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ തിയറി അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ SA 200 കൂടി ചേർക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. SA 200 പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട SA അത് തന്നെ. SA 200 ഇല്ലാതൊരു ഓഡിറ്റിംഗ് ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ചാപ്റ്റർ 1 അതാണ് സംഭവം. പിന്നെ ഇൻട്രൊഡക്ഷൻ തിയറി, കുറേ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ പഴയ ബുക്ക് വെച്ച് പഠിച്ചാൽ മതിയോ? ഈ essays മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പിന്നെ നമുക്ക് ഈ essay മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ പോരെ? പഴയ ബുക്ക് വെച്ച്, അതായത് നമ്മുടെ ഈ ക്ലാസ്സിലൊക്കെ തരുന്ന ലെക്ചർ നോട്ട്സ് ഉണ്ടാവുമല്ലോ, ക്ലാസ്സിലൊക്കെ തരുന്ന ഹാൻഡ് ബുക്സ് ഒക്കെ പഴയ സ്റ്റുഡൻസിനൊക്കെ ഉണ്ടാവും. ഐ വുഡ് സജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ദ ലേറ്റസ്റ്റ് ബുക്ക്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ അറ്റംപ്റ്റിലോട്ട് ബുക്ക് എടുക്കുക. കാരണം പുതിയ റിവൈസ് സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഹാൻഡ് ബുക്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബേസ്ഡ് അതിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും, അത് ബേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഈ ആൻസർ കീസും വരാൻ പോകുന്നത്. പഴയ മെറ്റീരിയലുമായിട്ട് കണ്ടന്റ് ഏറെക്കുറെ സെയിം ആണ്, പക്ഷേ ചില സെൻറ്റൻസുകളും ചില പോയിന്റുകളിലും വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. ഇൻട്രൊഡക്ഷൻ തിയറിയിലെ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 6-7 പോയിന്റ്സ് ആണ്. ബട്ട് പഴയ സിലബസിൽ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജസിൽ കുറേ പോയിന്റ് ഇല്ല, ചില പോയിന്റ് പുതുതായിട്ട് ചേർത്തു, ചില പോയിന്റുകളുടെ സ്ട്രക്ചർ മാറ്റി, കീവേഡ്സ് മാറ്റി. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഴയ സിലബസിൽ പഠിച്ചിട്ടുള്ളതും ഓഡിറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ്, ഇവിടെ പറയുന്നതും ഓഡിറ്റിംഗ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഏറെക്കുറെ രണ്ടിൻ്റെയും അർത്ഥം സെയിം ആണ്. ബട്ട് ദ തിങ് ഈസ്, ഇനി മുതൽ വരാൻ പോകുന്ന ആൻസർ കീസിൽ പുതിയ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. ഒന്നുകിൽ ഓഡിറ്റിങ്ങിന് മാർക്ക് കിട്ടാൻ നല്ല ഒരു പേപ്പർ ആയതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള റിസ്ക് എടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് ഗെറ്റിംഗ് ദ ലേറ്റസ്റ്റ് മെറ്റീരിയൽ. ICI മെറ്റീരിയൽ പുതിയത് വാങ്ങിക്കണം. അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെക്ചർ നോട്ട്സ്, നമ്മുടെ ഹാൻഡ് ബുക്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ച് പഠിക്കുന്നതാണ് ഉത്തമം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്പർ 1 ബേസിക്കലി നമ്മുടെ ഓഡിറ്റിംഗ് ഇൻട്രൊഡക്ഷൻ തിയറി, പുതിയ ഇൻട്രൊഡക്ഷൻ തിയറി, പിന്നെ SA 200 ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ SA 300 സീരീസ് ആണ്. മറ്റേ 300 സീരീസിൽ SA 300 പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഇൻകംസ്, അതായത് ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാൻ, ഓഡിറ്റ് പ്രോഗ്രാം, പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി, ആ സാധനം അത് ഒരു ചാപ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് നമ്മുടെ പഴയ ചാപ്റ്റർ 4 ആണ്, ഇന്റേണൽ കൺട്രോൾ ചാപ്റ്റർ. ഐഡന്റിഫൈയിങ് ആൻഡ് അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്, റിസ്ക് അസസ്മെന്റ്. പിന്നെ മെറ്റീരിയാലിറ്റി, SA 320 മെറ്റീരിയാലിറ്റി ഡിറ്റർമിൻ ചെയ്യുക. പിന്നെ SA 330യുടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഈ ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഭാഗങ്ങളും, പിന്നെ ഇന്റേണൽ കൺട്രോളിന്റെ തിയറി. പണ്ട് ഇത് ചാപ്റ്റർ 4 ആയിരുന്നു, ഇപ്പോൾ ചാപ്റ്റർ 3 ആയതേ ഉള്ളൂ. പണ്ടത്തെ ചാപ്റ്റർ 3 ഇപ്പോൾ ചാപ്റ്റർ 4 ആയിട്ട് മാറി. ഓഡിറ്റ് എവിഡൻസ്, ഇതിൽ മെയിൻ സ്ട്രീം ആയിട്ട് SA ഫൈനൽ സീരീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. 500, 501,
അതായത് ഓഡിറ്റ് എവിഡൻസ് ഫോർ സ്പെഷ്യൽ കൺസിഡർ ഫോർ സ്പെസിഫിക് ഇവൻറ്റ്സ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഓപ്പണിംഗ് ബാലൻസ്, ഇനിഷ്യൽ വോട്ട് എൻഗേജ്മെൻറ്റ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, സാമ്പിളിംഗ്, ലെറ്റർ പാർട്ടീസ്, പിന്നെ SS610 ഈ യൂസിങ് ദ വർക്ക് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ. ഇത്രയുമാണ് ചാപ്റ്റർ 4 വച്ചേക്കുന്നത്. നമ്മുടെ പഴയ ചാപ്റ്റർ 9 വൗച്ചിങ് വെരിഫിക്കേഷൻ അതിപ്പോൾ ചാപ്റ്റർ 5 ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ റീഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നല്ലത് ഇതൊന്നും മാറ്റം വരുന്നില്ല. ഈ 500 സീരീസ് എല്ലാം പണ്ടുണ്ടായിരുന്നു, 300 സീരീസ് എല്ലാം പണ്ടുണ്ടായിരുന്നു, 200 സീരീസിലത്തെയും ഏറെക്കുറെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ 240 ഇല്ല, അതെടുത്ത് മാറ്റി. ചാപ്റ്റർ 6 SA230 ഇപ്പോൾ ഒരു ചാപ്റ്റർ വന്നു. അത് എന്തിനാണെന്ന് അറിയത്തില്ല. പണ്ടത് ചാപ്റ്റർ 2ൻ്റെ കൂടെ ഒളിഞ്ഞിരിക്കുമായിരുന്നു, ഇപ്പോൾ അത് ചാപ്റ്റർ 6 ആയിട്ട് മാറി. SA230 അതുമായിട്ട് ഓഡിറ്റ് ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഒരു ചാപ്റ്റർ. പിന്നെ ചാപ്റ്റർ 7 കംപ്ലീഷൻ ആൻഡ് റിവ്യൂ എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ SA260, 265, 450 ഈ 3 essays പുതിയ essays ആണ്. പിന്നെ അതിൻ്റെ കൂടെ SA560 നമ്മുടെ സബ്സിക്വൻസ്, ഗോയിങ് കൺസേൺ, റിട്ടേൺ പ്രൊസീജിയേഴ്സ്, അങ്ങനെ 3 essays ചേർത്തിട്ടുണ്ട്. ചാപ്റ്റർ 8 നമ്മുടെ പഴയ ചാപ്റ്റർ 7 ആണ്, ഓഡിറ്റ് റിപ്പോർട്ട്. ചാപ്റ്റർ 7 അല്ല, പഴയ ചാപ്റ്റർ 11. പണ്ടത്തെ ചാപ്റ്റർ 11, ഇപ്പോഴത്തെ ചാപ്റ്റർ 8 ആണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇതിൽ ജോയിന്റ് ഓഡിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് ജോയിന്റ് ഓഡിറ്റ് ഉണ്ടായിരുന്നത് കമ്പനി ഓഡിറ്റിൻ്റെ അകത്താണ്. ഇപ്പോൾ കമ്പനി ഓഡിറ്റുള്ള ചാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ആ SA299 ജോയിന്റ് ഓഡിറ്റിൻ്റെ കൺസെപ്റ്റ് ചാപ്റ്റർ 8 ഇട്ടിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ സകലമാന ഓഡിറ്റ് റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സ് 700, 701, 705, 706, 710 വരെയുള്ള ആ 5 റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്ലസ് ഈ കമ്പനീസ് ആക്ടിലത്തെ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ്. അതായത് ഈ കമ്പനീസ് ആക്ടിലത്തെ 139 അപ്പോയിൻമെന്റ്, 140 റിമൂവൽ ഓഫ് ഓഡിറ്റേഴ്സ്, 141 ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻസ്, 142 റെമ്യൂണറേഷൻ, ഇതൊന്നും ഇനിയിപ്പോൾ ഓഡിറ്റിംഗിലില്ല, അതൊക്കെ ലോയിലൂടെ തട്ടി. 144 ഓഡിറ്റർ ചെയ്യാൻ പാടുള്ള സ്പെസിഫൈഡ് സർവീസസ്, 145 ഡ്യൂട്ടി ടു സൈൻ, 146 റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗും, 147 പെനാൽറ്റീസും, 148 കോസ്റ്റ് ഓഡിറ്റും ഓഡിറ്റിംഗിലില്ല, നമ്മുടെ ലോ ക്ലാസ്സിലോട്ട് മാറി. ആകെപ്പാടെയുള്ളത് 143 ആണ്. 143 സബ്സെക്ഷൻ 1 ഈ 143 സെക്ഷൻ 1 2 റൈറ്റ്, ഓഡിറ്റർമാരുടെ 2 റൈറ്റും പിന്നെ ഓഡിറ്റർമാരുടെ ഡ്യൂട്ടിയും പറയുന്നുണ്ട്. ആ ഡ്യൂട്ടി ടു എൻക്വയർ എന്ന ഡ്യൂട്ടി ഉണ്ട്, ഒരു 6 കാര്യങ്ങൾ. അത് ഇപ്പോഴും അത് ആ ഒരു സാധനം പ്രിസർവ് ചെയ്തിട്ടുണ്ട്. കാരണം 143 പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം, 143 സെക്ഷൻ 1 പറയുന്നുണ്ട് ഈ ഇഫ് എനി ഓഫ് ദ മാറ്റേഴ്സ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ 143 ഇസ് ടു ബി ആൻസർഡ് വിത്ത് എ ക്വാളിഫിക്കേഷൻ. നമുക്കൊരു അഡ്വൈസ് നമുക്ക് പറയാനുണ്ട്, നമുക്ക് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കമന്റ് പറയാനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിങ്ങിന്റെ ചാപ്റ്ററിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 143 ഡ്യൂട്ടി ടു എൻക്വയർ. ഇപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ ഈ വീഡിയോ ഫ്രഷ് ആയിട്ട് ന്യൂസ് സിലബസ് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. ബട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് അറിയുന്നുണ്ടാവും. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് ലോയിലും സെക്കൻഡ് ഗ്രൂപ്പ് ഓഡിറ്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 143 ഡ്യൂട്ടി ടു എൻക്വയർ, 143 സെക്ഷൻ 3 ഡ്യൂട്ടി ടു റിപ്പോർട്ട്. ഒരു 10 ക്ലോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഒരു മെമ്മറി ട്രിക്ക് ഒക്കെ വെച്ച് പഠിക്കുന്ന സംഭവമുണ്ട്. 10 ക്ലോസ്, പിന്നെ 10ാമത്തെ ക്ലോസ് കുറെ സബ് ക്ലോസ്, അതർ മാറ്റേഴ്സ് റൂൾ നമ്പർ 11 എന്നൊക്കെ പറയേണ്ട ഒരു ബഡാ സെക്ഷൻ. അത് റിപ്പോർട്ട്, ഡ്യൂട്ടി ടു റിപ്പോർട്ട് അല്ലേ, റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഓമനപുത്രനായിട്ടുള്ള കാരോ 143 സബ്സെക്ഷൻ 11 ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി അണ്ടർ കാരോ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. 143 ദ ഫേമസ് വൺ ഫ്രോഡ് റിപ്പോർട്ടിംഗ്, അതും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാപ്റ്റർ 9 അപ്പോൾ ഈ ബേസ് എത്തല്ലോ കമ്പനീസ് ആക്ടിലത്തെ ഈ 4 സാധനങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചാപ്റ്ററിലോട്ട് വന്നു. അതാണ് സംഭവം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ ഈ ചാപ്റ്റർ 9 ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് എൻറ്റിറ്റീസ്. പണ്ടുണ്ടായിരുന്ന സെയിം കണ്ടന്റ് ഇപ്പോഴും ഉണ്ട് എക്സ്ട്രാ. അതായത് അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതെല്ലാം ഒരു വ്യത്യാസമില്ല. അഡീഷൻസ് ആയിട്ട് ചാരിറ്റബിൾ സൊസൈറ്റീസിനെയും ട്രസ്റ്റിൻ്റെയും കുറച്ച് പേജസ് ആഡ് ആയിട്ടുണ്ട്. ചെറിയ സാധനങ്ങളാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ബാങ്ക് ഓഡിറ്റിൽ ചേഞ്ചസ് ഒന്നുമില്ല. ചാപ്റ്റർ 11 എത്തിക്സ്. അവന് ഇതാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും തലവേദന. എത്തിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ എന്താണ് ഈ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് ആണെന്നൊക്കെയാണ് ചോദ്യം. പ്രൊഫഷണൽ എത്തിക്സ് ഒന്നും അല്ല വന്നിട്ടുള്ളത്. സംഭവം തമാശയാണ്. പണ്ട് നമ്മുടെ ഓൾഡ് സിലബസിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ തിയറിയും SA200, 210, 220 ആയിരുന്നു. ഇതിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചു, ഇൻട്രൊഡക്ഷനും 200 മാത്രമേ ഉള്ളൂ ചാപ്റ്റർ 1. ബാക്കി 210, 220 മാറ്റിയിട്ട് അവർ ചാപ്റ്റർ 11 ഇട്ടു, എത്തിക്സ് ആൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ്. നമ്മുടെ അഗ്രീയിങ് ടു ദ ടേംസ് ഓഫ് വോട്ട് എൻഗേജ്മെന്റും ക്വാളിറ്റി കൺട്രോളും കൂടി ചേർത്തിട്ട് ഒരു ചാപ്റ്റർ ആക്കി മാറ്റി. അതിൻ്റെ കൂട്ടത്തിൽ അഷ്വറൻസ് എൻഗേജ്മെന്റ് എന്നും പറഞ്ഞൊരു ചെറിയ വാലറ്റും കൂടി ഉണ്ട്. അതായത് ഒരു എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, മറ്റേ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് അല്ല, പ്രൊഫഷണൽ എൻഗേജ്മെന്റ്. എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് അഷ്വറൻസ് എൻഗേജ്മെന്റ് ആകുന്നത് എപ്പോഴാണ്, അഷ്വറൻസ് എൻഗേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഷ്വറൻസ് എൻഗേജ്മെന്റുകൾ എന്തൊക്കെയാണ്, SQC1 സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ കുറച്ച് ഈ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഷ്വറൻസ് എൻഗേജ്മെന്റിന്റെ ഫീച്ചർ എന്താണെന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചിന്ന തിയറി ഏരിയ. അതാണ് ബേസിക്കലി ഇതും SA210, 220 കൂടി ചേർത്തതിനെയാണ് അവർ ഈ എത്തിക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സിലബസിന്റെ ഒരു കടപ്പ്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് നമ്മുടെ
ICAയുടെ ഒരു നോട്ടിഫിക്കേഷൻ, നിങ്ങളിത് കണ്ടിട്ടുള്ളതായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് ICAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഈ മാർക്ക് വെയിറ്റേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓഡിറ്റിംഗ് പേപ്പറിലത്തെ മാർക്ക് വെയിറ്റേജ് നോക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനെയും മാർക്ക് വെയിറ്റേജ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാപ്റ്റർ 1 ഇനി മുതൽ 4 to 6% വെയിറ്റേജ് ഉള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്ററിനും ഏതാണ്ട് ഈ 8 മുതൽ 12 എന്ന് പറയുമ്പോൾ ആവറേജ് 10 മാർക്ക് പിടിച്ചോ ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. നമ്മുടെ C300 ഇതുപോലത്തെ റേഞ്ചാണ്. ഈ ഇന്റേണൽ കൺട്രോൾ ചാപ്റ്ററിനും ഇനി 10 മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ. ഓഡിറ്റ് എവിഡൻസിൻ്റെ ചാപ്റ്റർ അത് വലിയ essay ഫൈനൽ സീരീസ് ഒക്കെ കുറേ ഉള്ളതുകൊണ്ട് അതിന് 12 to 18%, അതായത് ഒരു 10-14 മാർക്കൊക്കെ വേണമെങ്കിൽ വരാം. പിന്നെ നമ്മളുടെ ചാപ്റ്റർ നമ്പർ ഈ 4 ഓഡിറ്റ് എവിഡൻസിൻ്റെ ചാപ്റ്ററും ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ചാപ്റ്റർ നമ്പർ 6, ഓക്കെ. ഈ essay 230 ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞല്ലോ, അതും എല്ലാം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ 12 മുതൽ 18 വരുന്നത്. അതായത് 230 പിന്നെ ഫൈനൽ സീരീസിലത്തെ സംഭവങ്ങൾ. ചാപ്റ്റർ 5 നമ്മുടെ വൗച്ചിങ് വെരിഫിക്കേഷൻ ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 12 മുതൽ 20% വരെ ഉണ്ട്. കാരണം വൗച്ചിങ് വെരിഫിക്കേഷനകത്ത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം വൗച്ചിങ് വെരിഫിക്കേഷൻ ചാപ്റ്റർ ഇത്രയും എംഫസൈസ് വരുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ട്സിലത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഷെഡ്യൂൾ 3 ഫോർമാറ്റ്, പിന്നെ ലോയിലത്തെ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, അങ്ങനത്തെ സെക്ഷൻസിനെ പറ്റിയിട്ടുള്ള ടോട്ടൽ മാസ്റ്ററി വേണം. ഈവൻ ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെ കൃത്യമായിട്ടുള്ള മാസ്റ്ററി വേണം. കാരണം എൻ്റയർലി ഈ മറ്റേ ഷെയർ ക്യാപിറ്റലിനെ പറ്റി പഠിക്കുന്ന സെക്ഷൻസും പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഈ വൗച്ചിങ് വെരിഫിക്കേഷൻ. ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ആൾക്കാർക്കറിയാം, ചാപ്റ്റർ 5 ബേസിക്കലി ഓഡിറ്റിംഗ് അല്ല, അത് അക്കൗണ്ട്സും ലോയുമാണ്. അപ്പോൾ അക്കൗണ്ട്സിലും ലോയിലും പറയുന്ന ഷെഡ്യൂൾ 3 പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനത്തെ ലീഗൽ സെക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടാം. എൻ്റെ ബേസ് നമുക്കപ്പോൾ കുറേ കൂടി ഇമ്പോർട്ടൻസ് എടുത്തിട്ടായിരിക്കും കഴിഞ്ഞ സിലബസ് വരെ പഠിപ്പിച്ചതിനേക്കാളും കുറേയും കൂടി സമയം എടുത്തിട്ടായിരിക്കും ഇനി മുതൽ ഈ സിലബസിൽ ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ റൈറ്റ് നൗ. ഈ പറയുന്ന രീതിയിൽ തന്നെ എക്സാംസ് വരും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ICA പറഞ്ഞിട്ടുള്ളതാണ്. ICAക്ക് ഇങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഇടണമെന്നും നിർബന്ധമൊന്നുമില്ല. ബട്ട് ദെൻ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഇത്രയും ഉണ്ട് ഇപ്പോൾ. പിന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഓൾഡ് സിലബസിൽ തന്നെയും അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിലോട്ടായിട്ട് കുറച്ച് അമെൻമെൻറ്റ്സ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ 3 പ്രകാരം ചില നിർബന്ധമായിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഈ പറയുന്ന വൗച്ചിങ് വെരിഫിക്കേഷനിൽ പണ്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഈ ക്രിപ്റ്റോ കറൻസിനെ സംബന്ധിക്കുന്ന ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, പിന്നെ മറ്റേ ഈ ബെനാമി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്, പിന്നെ ഇൻ്റർമീഡിയറ്റ്സിനെ യൂസ് ചെയ്തിട്ട് ഫണ്ട് വേറെ ആൾക്കാർക്ക് റൂട്ട് ചെയ്യുന്നു, ഫണ്ടിങ് പാർട്ടീസിൽ നിന്നും പൈസ വാങ്ങിച്ച് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നു, അങ്ങനത്തെ കുറേ കലാപരിപാടികൾ 143 സബ്സെക്ഷൻ 3 അതർ മാറ്റേഴ്സ് ആസ് പെർ റൂൾ നമ്പർ 11 നമ്മൾ സെക്ഷനിൽ പഠിക്കാനുള്ള സംഭവമുണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് അവർ ചാപ്റ്റർ 5 നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആസ് എ ഫാക്കൽറ്റി എനിക്കുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് നമ്മൾ ആലോചിക്കുക, ലോ ക്ലാസ്സിലും അക്കൗണ്ട്സ് ക്ലാസ്സിലത്തെ നിങ്ങളുടെ ബേസ് വേണം ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഓഡിറ്റിംഗിൽ ബലിപ്പിക്കണമെങ്കിൽ. സോ യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ട്രിക്കി തിങ്. ഇവിടെ ആയിരിക്കും പല കുട്ടികൾക്കും ഒന്ന് ചലഞ്ച് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ നമ്മുടെ ചാപ്റ്റർ 7 കുറച്ച് 2-3 essay മറ്റേ 560 സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനൊരു 8-10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചാപ്റ്റർ, അതായത് ഈ കാരോ കമ്പനീസ് ഓഡിറ്റിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടും ഇതെല്ലാം കൂടി ചേർത്തിട്ടും 8 മുതൽ 12%. അപ്പോൾ അനാവശ്യമായിട്ട് കാരോ കാണാതെ പഠിക്കുന്ന പ്രവണത നിർത്തുക. കാരോ അല്ല ഓഡിറ്റിംഗ് ഇനി മുതൽ. ഓക്കെ, കാരോ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റിംഗിൽ 30 മാർക്ക് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. കാരോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക, എല്ലാ ക്ലോസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ബ്രീഫായിട്ടുള്ള ഒരു പഠനം വേണം. കാരോ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ദെൻ യെസ്, മാർക്ക് വെയിറ്റേജ് കാണുമ്പോൾ കാണാൻ പറ്റും. കാരണം ടൈം കൺസ്യൂംഡ് വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ കാരോക്ക് 1 ഫുൾ ഡേ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ എടുക്കുന്ന തിയറീസ് ആയിരുന്നു. നമ്മളിനി ആ രീതിയിൽ വേണ്ട എന്നാണ് മാർക്ക് വെയിറ്റേജ് വെച്ച് കാണുന്നത്. എന്തായാലും ഫുൾ കവറേജ് എപ്പോഴും ഉണ്ടാവണം പഠിക്കുമ്പോൾ. പിന്നെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിന് 12 to 18%. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസും ഓഡിറ്റ് ഓഫ് ബാങ്ക്സും കൂടി ചേർത്തിട്ടാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ മാർക്ക് വെയിറ്റേജ്. പല കുട്ടികളും ഈ പറയുന്ന ബാങ്ക് ഓഡിറ്റ് പ്രാക്ടിക്കൽ ലെവൽ, ഇപ്പോൾ പഴയ സിലബസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കൽഷിപ്പിൻ്റെ ഒപ്പം ഇൻ്റർ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആർട്ടിക്കൽഷിപ്പിൻ്റെ ഒപ്പം ഇൻ്റർ പഠിക്കുന്ന കുട്ടികൾ ബാങ്ക് ഓഡിറ്റ് മറ്റേ LFR ഒക്കെ എഴുതാൻ പോയ സമയത്ത് RBI സർക്കുലറിൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ ലെവലൊക്കെ സന്യാസിക്കാൻ പോയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വരും. അതിനൊന്നും ആവശ്യം അത്രയ്ക്കില്ല. കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, ദിസ് ഇറ്റ് സെൽഫ് ഇസ് ആക്ച്വലി വെരി ബിഗ് ചാപ്റ്റർ. ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ മാർക്ക് വെയിറ്റേജ് 12-18 ഒക്കെ ഇടയിലേ ഉള്ളൂ എന്ന് പറയുന്നു. ആൻഡ് ലാസ്റ്റ് ചാപ്റ്ററിന് അഗെയിൻ 8 to 10%. ഈ ചാപ്റ്ററിന് കുറച്ച് മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ മറ്റേ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കൺസെപ്റ്റ്, പിന്നെ അഷുറൻസ് എൻഗേജ്മെൻറ്റ്, മീനിങ് ഓഫ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്,
ഈ റൂൾസ് ബേസ്ഡ് അപ്രോച്ച്, പ്രിൻസിപ്പിൾ ബേസ്ഡ് അപ്രോച്ച് അതൊന്നും പേടിക്കണ്ട, ചെറിയ ചെറിയ പാരഗ്രാഫ്സ് മാത്രമേ ഉള്ളൂ. അഷുറൻസ്, എൻഗേജ്മെൻറ്റ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അതൊക്കെ ഇത്തവണ എക്സാമിന് ചോദിക്കാൻ കുറച്ച് ചാൻസ് ഉള്ള തിയറിയാണ്. സോ എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മുടെ ചാപ്റ്റർ 5 തന്നെയാണ് ഇതിലത്തെ ഭീമാകാരനായിട്ടുള്ള ചാപ്റ്റർ. 12-20% വെയിറ്റേജ് ഉണ്ട്. ബട്ട് നൺദലെസ് ദാറ്റ് ഇസ് നോട്ട് എക്സ്ക്യൂസ് ടു ഒമിറ്റ് എനി ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് മാർക്ക് വെയിറ്റേജ് കുറവ്, ആ ചാപ്റ്ററിന് കൂടുതൽ, അപ്പോൾ അത് കൂടുതൽ പഠിക്കാം അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ബിക്കോസ് സെലക്റ്റീവ് സ്റ്റഡി ഈസ് ലൈക്ക് എ റിസ്ക്, ഗാമ്പിൾ ആണ്. ആൻഡ് അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് ലൈക്ക് എ സൂയിസൈഡ് നോട്ട് ടു യുവർ ഓൺ മാർക്സ്. ഒരിക്കലും നമ്മളൊരു ആൻസർ അൺഅറ്റംപ്റ്റഡ് ആയിട്ട് വിടുക എന്നൊരു പ്രശ്നം നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. സോ യെസ്, അതൊക്കെ തന്നെയാണ് ഈ വീഡിയോ. ഞാൻ ചുമ്മാ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ. ദിസ് ഈസ് യുവർ സിലബസ് ട്രാൻസിഷൻസ്. ഓക്കെ ഗൈസ്, സോ യെസ്, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കൻ ഓൾവേസ് ഫോളോ വിത്ത് മീ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. കാണാം.